ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ. കാരണം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓബൈ ഓസിൻ്റെ ജ്വല്ലറി ഞാൻ വാങ്ങിയിട്ടുള്ള സമയത്ത് അത് അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂ ഇട്ടതിന് ശേഷം എനിക്ക് കുറേയധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് അഫോർഡബിൾ അല്ല, അല്ലെങ്കിൽ എനിക്ക് വട്ടാണോ അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് അതിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഷോ ഒന്ന് പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഒന്ന് കമ്പാരിസൺ വീഡിയോ ചെയ്യുമോ, അല്ലെങ്കിൽ മീഷോൻ്റെ റിവ്യൂ ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു റിവ്യൂ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ജ്വല്ലറിൻ്റെ ഓബൈ ഓസിയുടെ പ്രോഡക്റ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സിൽ ഇപ്പോൾ ഈ ഒരു ഓബൈ ഓസിൻ്റെ അവരുടെ ഷോപ്പിൽ ഇതുപോലത്തെ ചെറിയ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇപ്പോഴാണ് ക്ലിക്കായത് കേട്ടോ. അപ്പം അതിൽ കുറേ പേര് നെഗറ്റീവ്സ് എന്ന് പറയാൻ പറ്റില്ല, അവരുടെ അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ കുറച്ച് പേര് നെഗറ്റീവായിട്ട്, അതായത് എന്നെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, സ്വന്തമായിട്ട് കണ്ടൻറ് ഉണ്ടാക്കിക്കൂടെ, വേറെ കണ്ടൻ്റ് ഒന്നും കിട്ടിയില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, എന്താണ്, ഞാൻ ഓബൈ ഓസിൻ്റെ ഷോപ്പ് അല്ലെങ്കിൽ അവരുടെ ഇത് തകർക്കാൻ നോക്കുകയാണ്, ബിസിനസ് തകർക്കാൻ നോക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നത്, അങ്ങനെ കുറച്ചൊക്കെ എന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ക്വാളിറ്റിനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓബൈ ഓസിയുടെ ജ്വല്ലറിയുടെ ക്വാളിറ്റി നല്ലതാണ്, മീഷോ എന്ന് വാങ്ങുന്ന ജ്വല്ലറിയുടെ ക്വാളിറ്റി വളരെയധികം ലോ ക്വാളിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തു. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ അവരുടെ അഭിപ്രായങ്ങളായിരിക്കാം, അതൊക്കെ ഓക്കെ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ചിലവരുടെ കമൻറ്റ്സ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവർ വന്ന്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് ഇവർ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു മറുപടിയും കൂടിയാണ് ഈ ഒരു വീഡിയോ. എനിക്ക് വേറെ കണ്ടൻറ്റൊന്നും ഇല്ലേ, അല്ലെങ്കിൽ ഒരു കമൻറ്റ് വന്നിരിക്കുകയാണ് എനിക്ക് വേറെ കണ്ടൻറ്റൊന്നും കിട്ടിയില്ലേന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എൻ്റെ സ്വന്തമായിട്ട് മുടക്കിയിട്ടുള്ള ക്യാഷ് കൊണ്ടാണ് ഞാൻ ഓബൈ ഓസി എന്നുള്ള ജ്വല്ലറി വാങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ മീഷോ എന്ന് ജ്വല്ലറി വാങ്ങിയിട്ടുള്ളതും. ഇത് എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ റിവ്യൂ പറയണമെന്നുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. സോ സ്വന്തമായിട്ടൊരു കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ചാനൽ കയറി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ പറയുന്നവരോട് എനിക്ക് വേറൊന്നും പറയാനില്ല. സ്വന്തമായിട്ട് തന്നെയാണ് ഞാൻ കണ്ടൻറ് ഉണ്ടാക്കുന്നത്. പിന്നെ ഓബൈ ഓസിയുടെ ജ്വല്ലറിയിലെ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ ഒരു കുറ്റവും ഞാൻ എൻ്റെ വീഡിയോസിൽ, ഷോർട്ട് വീഡിയോയിലും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ലോങ് വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്, അതിലും ഞാൻ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നായിരുന്നു ഈ ഒരു കാശിമാല എന്ന് പറയുന്നത്. ഈ ഒരു കാശിമാല കേട്ടോ, എനിക്ക് ആ സമയത്ത് എനിക്ക് കിട്ടിയതാണ്. അപ്പം ഈ ഓബൈ ഓസിന്ന് വാങ്ങിയിട്ടുള്ള കുറേ പേരുടെ ഒരു നെഗറ്റീവ് കമൻറ്റ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ക്വാളിറ്റി ഇല്ല, ഡാമേജ്ഡ് പ്രൊഡക്റ്റാണ് എന്നൊക്കെയാണ് കൂടുതൽ പേരും പറയണത് കേട്ടോ. പക്ഷെ എനിക്കിത് അറിയാണ്ടാണല്ലോ ഞാൻ ഓർഡർ ചെയ്ത്. പക്ഷെ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയപ്പോൾ ഞാൻ എന്താണോ ആ ഫോട്ടോയിൽ കണ്ടത് അതേ സെയിം ആണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അതായത് കുറച്ച് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്തായാലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുമെന്ന്. ആ ഒരു വ്യത്യാസം അല്ലാതെ, അതായത് എക്സാക്റ്റ് ആ ഫോട്ടോ ആണ്, ആ എക്സാക്റ്റ് ശരിക്കും ആ ഫോട്ടോ തന്നെയുള്ള ആ ഒരു നെക്ക് പീസ് തന്നെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ക്വാളിറ്റി കുറവായ പോലെ ഒട്ടും ഫീൽ ചെയ്തില്ല. നമ്മൾ ഈ ഗോൾഡ് ടച്ച്, ശരിക്കും നമ്മൾ ഗോൾഡ് ഇട്ട ഫീൽ തന്നെയാണ് ഈ ഒരു ജ്വല്ലറി ഇട്ടാലും ഫീൽ ചെയ്യണം. അത്രയും നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഞാൻ അത് ഉദ്ദേശിച്ചതാണ്. കുറച്ച് റേറ്റ് കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് കണ്ട ഒരു ലോക്കൽ ഫീലിംഗ് തോന്നിക്കാൻ പറ്റാത്ത ഒരു ജ്വല്ലറി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ റേറ്റ് കൊടുത്തിട്ട് ഇത് വാങ്ങിയത്. പലരും പറഞ്ഞു ഇത് അഫോർഡബിൾ അല്ല എന്ന്. ശരിയായിരിക്കും, അഫോർഡബിൾ ആയിരിക്കില്ല. അഫോർഡബിൾ റേറ്റിൽ മീഷോന്നോ അല്ലെങ്കിൽ വേറെ ജ്വല്ലറി സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുമായിരിക്കാം. പക്ഷെ ചെറിയൊരു ലോക്കൽ ഫീലിംഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഗോൾഡൻ കളർ കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ജ്വല്ലറി ഇട്ട്, എനിക്ക് അങ്ങനെ ഒന്നാമത് ഇഷ്ടമല്ല. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റേറ്റ് കൂടിയാൽ, ഇത് കൈ കിട്ടിയപ്പോൾ എനിക്ക് റേറ്റ് കൂടുതലായി തോന്നിയൊന്നുമില്ല. പിന്നെ ഞാൻ ഓബൈ ഓസിയുടെ ജ്വല്ലറിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടുള്ള ജ്വല്ലറി നല്ലതാണ്, നല്ല ക്വാളിറ്റി ആണെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വീഡിയോ ചെയ്തപ്പോഴാണ് കുറേ നെഗറ്റീവ്സ്. ആ സമയത്ത് ഈ ജ്വല്ലറി ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ കിട്ടി കുറേ പേർക്കെന്ന് പറഞ്ഞിട്ട് കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എടുത്ത വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ നെഗറ്റീവായിരുന്നു ആ സമയത്ത് ഓബൈ ഓസിക്ക്.
അപ്പോൾ അതായത് ദിയ കൃഷ്ണയ്ക്ക് അവരുടെ ജ്വല്ലറിൻ്റെ ബിസിനസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ ഒരു ജ്വല്ലറി എനിക്ക് കിട്ടിയത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ നെഗറ്റീവ്സ്, അതായത് ദിയ പൈസ തന്നിട്ടാണോ ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലരങ്ങനെയാണ്, നെഗറ്റീവ് വരുമ്പോൾ ഫുൾ നെഗറ്റീവ് ആക്കാൻ നോക്കും. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ദിയ കൃഷ്ണയോട് അവരുടെ ജ്വല്ലറി നല്ലതാണ് എന്നൊക്കെ തോന്നി പലരും ഇപ്പോൾ കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ടാവും. ഒബേ ഓസിന്ന് വാങ്ങിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങുന്നത്. അപ്പോൾ ഒബേ ഓസിന്ന് വാങ്ങാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. പൈസ കൊടുത്താൽ നമുക്കതിന് വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടുന്നത്, നമുക്ക് അറിയാം. വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താണോ ഫോട്ടോയിൽ കിട്ടിയത് ആ എക്സാക്റ്റ് സാധനം തന്നെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ദിയാകൃഷ്ണൻ്റെ ജ്വല്ലറിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് കുറേ പേര് വന്നിട്ട് ഞാൻ അവരുടെ ബിസിനസ് തകർക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈസ് കുറച്ച് കൂടുതലാണെന്ന്. ഇതാണ് ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നത് കേട്ടോ. എന്തിനാണ് ഞാൻ അവരുടെ ബിസിനസ് തകർക്കാൻ നോക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നെഗറ്റീവ് കമൻറ്റാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഒക്കെ വന്നത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ ഞാൻ എടുത്ത ഈ ഒരു വീഡിയോ ഇട്ടുവെന്നായിരിക്കും ചിലപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവുക. ഞാൻ കുറേ നാൾ മുമ്പാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ 3-4 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, 4 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ 3 വീഡിയോയിലും ഞാൻ ഒബൈ ഓസിയുടെ ജ്വല്ലറിനെ കുറിച്ച് നല്ലത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വീഡിയോയിൽ ഞാൻ പ്രൈസ് കൂടുതലാണെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് നെഗറ്റീവ് ആക്കാൻ ഞാൻ ഒട്ടും ശ്രമിച്ചിട്ടില്ല. വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഗോൾഡ് പോലെയാണ് തോന്നിക്കുന്നത്. ഇത് കുറച്ച് ആൻറ്റിക് ഒരു ടൈപ്പാണ് വരുന്നത് ഈ താഴത്തെ മാല കേട്ടോ. അപ്പോൾ അഫോർഡബിളായി തോന്നിയത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഈ ഒരു സാധനം തന്നെയാണ്, ഈ ഒരു ജ്വല്ലറി തന്നെയാണ് കേട്ടോ. പക്ഷെ ഈ ഒരു സാധനത്തിന്റെ ക്വാളിറ്റി കുറവാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഇത് രണ്ടിന്റെയും ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ഗോൾഡൻ കളർ പലതരത്തിലുണ്ടാവുമല്ലോ, അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ കളറില്. പിന്നെ ഫിനിഷിങ് അത് കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ മീഷോയിലെ പ്രോഡക്റ്റ് ഇതിനെയും കാട്ടി വിലക്കുറവിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ വേറെ വെബ്സൈറ്റിലൊക്കെ ഇതിനെയും കാട്ടി വിലക്കുറവിൽ അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കാം, മീഷോൻ്റെ ക്വാളിറ്റി, ജ്വല്ലറി ക്വാളിറ്റി എങ്ങനെയുണ്ടാവും എന്നൊക്കെ നോക്കിയിട്ടാണ് ശരി അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത്. വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് നല്ലതായിരുന്നു കേട്ടോ. മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള ജ്വല്ലറി ക്യാമറയിൽ ചിലപ്പോൾ എടുത്തപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് കളർ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതൊരു ആൻറ്റിക് ടൈപ്പ്, ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു കളറാണ് ആ മീഷോൻ്റെ ജ്വല്ലറി വരുന്നത് കേട്ടോ. അപ്പോൾ മീഷോൻ്റെ ജ്വല്ലറി കാണുമ്പോൾ തന്നെ ലോ ക്വാളിറ്റി ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ലോ ക്വാളിറ്റി പോലെയൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ കുറേ പേര് പറഞ്ഞു കളറ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, കളറ് ചിലപ്പോൾ നമ്മൾ സൂക്ഷിക്കാണ്ടൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് വേർപ്പൊന്നും കളയാതെ, അല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കളറ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒട്ടും കെയർ ചെയ്യാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കളറ് പോകും. അതെല്ലാം നമുക്ക് നല്ല രീതിയിലാണ് നമ്മളതിനെ ഇട്ടതിന് ശേഷം നന്നായി തുടച്ച് ഒരു കവറിലൊക്കെ ആക്കി നന്നായിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ കാലം നിൽക്കും. പക്ഷെ ഒബൈ ഓസിൻ്റെ ജ്വല്ലറിയിൽ എനിക്ക് എന്താ ഫീൽ ചെയ്ത് വെച്ചാൽ അത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്, അത് കുറേ കാലം ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നെഗറ്റീവ് ആക്കാൻ നോക്കണം, ഒബൈ ഓസിൻ്റെ എന്തിനാണ് നെഗറ്റീവ് ആക്കാൻ നോക്കണം എന്നൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നെഗറ്റീവ് ആക്കി ഒബൈ ഓസിനെ അതൊക്കെ എഫക്റ്റ് ചെയ്യുമോ? ഞാൻ നെഗറ്റീവ് ആക്കിയിട്ടില്ല, അത് എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നണമില്ല കേട്ടോ. എൻ്റെ വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട് ഒബൈ ഓസിൻ്റെ ജ്വല്ലറി ഞാൻ ചിലപ്പോൾ ഇനിയും വാങ്ങിയേക്കാം, ചിലപ്പോൾ വാങ്ങില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നെക്സ്റ്റ് മന്ത് എനിക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, ഞാൻ മസ്റ്റായിട്ട് ഞാൻ ഒബൈ ഓസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗോൾഡ് ഫിനിഷാണ് അത് നമുക്ക് ഇടുമ്പോൾ തോന്നുന്നത്, അതായത് ഒരു ഗോൾഡ് ഇട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യണത്, ഒട്ടും ലോക്കൽ ഫീലിംഗ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ വാങ്ങും. എനിക്കങ്ങനെ അവരുടെ നെഗറ്റീവാക്കി പറയേണ്ട കാര്യമില്ല. ആ നെഗറ്റീവ് വന്ന സമയത്തും ഞാൻ അവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒന്നും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. പ്രൈസ് കുറച്ച് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രൈസ് ചിലർ പറഞ്ഞു മീഷോ എന്ന് വാങ്ങുന്ന പ്രോഡക്റ്റും മിന്ത്രയിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ ക്വാളിറ്റിയിൽ. അത് ശരിയാണ്, അതുപോലെ ചിലപ്പോൾ അതിലുണ്ടാവായിരിക്കാം, അതെനിക്കും പിന്നെ മനസ്സിലായി. ശരിയാണ്, ചിലപ്പോൾ അങ്ങനെ ക്വാളിറ്റിയിൽ ഡിഫറൻസ്, പ്രൈസ് കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്കത് വർത്തായിരിക്കുമെന്ന് എനിക്കും തോന്നിയിട്ടു. അപ്പോൾ
അങ്ങനെ പ്രൈസ് കൂടുതലാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതാണ് ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നത് കേട്ടോ. എന്തിനാണ് ഞാൻ അവരുടെ ബിസിനസ് തകർക്കാൻ നോക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നെഗറ്റീവ് കമൻറ്റാണ്. എൻ്റെ മൂന്നാല് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, 4 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ 3 വീഡിയോയിലും ഞാൻ OBEY OCയുടെ ജ്വല്ലറീനെ കുറിച്ച് നല്ലത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വീഡിയോയിൽ ഞാൻ പ്രൈസ് കൂടുതലാണെന്ന് മാത്രമാണ് പറഞ്ഞത്. നെഗറ്റീവ് ആക്കാൻ ഞാൻ ഒട്ടും ശ്രമിച്ചിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതേ സാധനം നമുക്ക് കുറച്ച് വിലക്കുറവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ വെബ്സൈറ്റിൽ കയറി നോക്കണം. മീഷോയിൽ അത് അവൈലബിൾ ആണെങ്കിൽ കുറേ നമ്മൾ റിവ്യൂ ചെക്ക് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ വാങ്ങാൻ. അല്ലാണ്ട് പെട്ടെന്ന് കയറി പോയി വാങ്ങിയിട്ട് മീഷോയിലെ പ്രോഡക്റ്റ് നല്ലതല്ല എന്ന് പറയുന്നത് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം എനിക്ക് നല്ലതാണ് കിട്ടിയത്. അപ്പോൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ. ഗോൾഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് മീഷോയിൽ. ആ ഗോൾഡിൽ കയറിയിട്ട് നോക്കിയാലും അത്യാവശ്യം പ്രൈസ് കൂടുതലായിരിക്കും, അത്യാവശ്യം നല്ല പ്രോഡക്റ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മീഷോന്ന് പ്രോഡക്റ്റ് വാങ്ങാൻ. OBEY OCയുടെ പ്രോഡക്റ്റ് പ്രീമിയം ക്വാളിറ്റി ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ അവരുടെ കയ്യിൽ നിന്നാണ് കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് അങ്ങനെ അവരുടെ ബിസിനസ്സിന് നെഗറ്റീവ് ആക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നെഗറ്റീവ് കമൻസ് ഒന്നും അവരോടൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ OBEY OCൻ്റെ ആദ്യമായിട്ട് വാങ്ങുന്നത് ഞാൻ OBEY OCൻ്റെ കയ്യിൽ നിന്നാണ്. കുറച്ച് പൈസ കൂടുതലൊക്കെ കൊടുത്താലും നല്ല സാധനം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ പ്രോഡക്റ്റ് ഉണ്ട്. ഒട്ടും കളറും പോയിട്ടില്ല, കളറൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. മീഷോന്ന് വാങ്ങുക ആ പ്രോഡക്റ്റ് നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ചാൽ നല്ല ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ പ്രൈസ് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്, അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങാമെന്നുണ്ടെങ്കിൽ OBEY OCൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാം. അങ്ങനെ തന്നെ പ്രൈസ് കൂടുതലാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ എക്സാക്റ്റ് പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ വെബ്സൈറ്റിലൊക്കെ നോക്കിയാൽ കിട്ടുമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളൊരു സാധനത്തിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. ഇങ്ങനത്തെ കമൻറ്റ്സ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. പിന്നെ ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, OBEY OCയുടെ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ജ്വല്ലറി വാങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. OBEYOC.com കൊടുത്താൽ തന്നെ കിട്ടും. ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ കിട്ടും കേട്ടോ. കുറേ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലാത്ത കുറച്ച് കൂടുതൽ നല്ല വിലയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ OBEY OCയുടെ ജ്വല്ലറി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വേണമെങ്കിൽ ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കണം. ബൈ. OBEY OCൻ്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ www.obeyoc.com എന്നൊക്കെ കൊടുത്ത് വെച്ച് വരും കേട്ടോ. അപ്പോൾ അവരുടെ വെബ്സൈറ്റിലേക്ക് നേരെ പോവുക. അതിൽ നെക്ലസ് അല്ലെങ്കിൽ ഇയറിങ്സ്, നോസ് പിൻ, അങ്ങനെ ഓരോരോ സെക്ഷൻസ് ഉണ്ട്. അതിൽ ഏതാ പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ അതിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നെക്ലസിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കുറേതും ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ ഏതാ സെലക്ട് ചെയ്യുക, അതിൽ കളർ ഏതാ പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ടു കാർട്ടോ അല്ലെങ്കിൽ 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ ആഡ് ടു കാർട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്നാണെങ്കിൽ ബൈ ഇറ്റ് നൗ എന്ന് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിൽ പോയിട്ട് കുറേ ഓപ്ഷൻ ഉണ്ട്, പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജസ് വരുള്ളൂ. ഞാൻ ഇപ്പോൾ കൊടുക്കാത്തതുകൊണ്ടാണ് ഷിപ്പിംഗ് ചാർജ് കാണിക്കാത്തത് കേട്ടോ. എന്നിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ.